കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപയുടെ വിതരണവും ജൂൺ മാസം നടത്തപ്പെടുകയാണ്. നിലവിൽ ഈ മാസം തന്നെ 2000 രൂപ 20ാമത്തെ PM കിസാന്റെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. PFMSലേക്ക് റിക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രോസസ്സ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അതായത് വിതരണ തീയതികൾ വളരെ വൈകാതെ കേന്ദ്ര സർക്കാർ അനൗൺസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ അതിനു മുൻപ് PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന കർഷകരെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട 3ഓളം വരുന്ന പ്രധാന കാര്യങ്ങളുണ്ട്. അത് ഈ വീഡിയോയിലൂടെ ചുരുക്കിയൊന്ന് പറയാം. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ആനുകൂല്യം വാങ്ങുന്നത് 25 ലക്ഷത്തോളം വരുന്ന കർഷക കുടുംബങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് കണക്കാക്കുകയും വേണം. അപ്പോൾ ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധിയിലെ 19 ഗഡുക്കളുടെ വിതരണം പൂർത്തിയാക്കിയതാണ്. അതായത് 38,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഒരു തടസ്സവും കൂടാതെ നാളിതുവരെ ധനസഹായ വിതരണങ്ങൾ നടക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രാവശ്യം മുതലൊക്കെയാണ് കൂടുതൽ നിയമങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. കർഷകർക്ക് അത് ഒരുപാട് സംശയങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ ഖദിർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയാണ് ആവശ്യപ്പെട്ടത്. അവിടെയും ഒരു കർഷക ID ഒക്കെ ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കർഷകർ അക്ഷയ കേന്ദ്രങ്ങളിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴി ആപ്ലിക്കേഷൻ വെച്ച് ഖദിർ ആപ്ലിക്കേഷനൊക്കെ എടുത്ത് അതിൽ രജിസ്റ്റർ ചെയ്ത് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ആനുകൂല്യങ്ങൾക്കും വിവിധ പദ്ധതികൾക്കും മുൻഗണന നൽകുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സത്യം തന്നെയാണ്. പക്ഷേ ഇത് കൂടാതെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക രജിസ്ട്രി അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും കർഷകർ ഇതിൽ രജിസ്റ്റർ ചെയ്ത് വെരിഫിക്കേഷൻ നടത്തി ഒരു കർഷക ID ലഭിക്കും. ഈ IDയാണ് പിന്നീട് പല കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾക്കും കാർഷിക അനുബന്ധ പദ്ധതികൾക്കും സബ്സിഡികൾക്കും കാർഷിക ലോണിനും PM കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കർഷകർ കൃഷിഭവനിൽ നേരിട്ടെത്തണമെന്നാണ് അറിയിപ്പ് വന്നിരുന്നത്. അത് കൃത്യമായിട്ട് നമ്മളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ഇതോടൊപ്പം തന്നെ നമ്മളുടെ കരമടച്ച രസീത്, ഇവയുമായാണ് കർഷകർ ഇത് എത്തിച്ചേർന്ന് ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്നതിന് വേണ്ടി സമയം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. ജൂലൈ മാസം 31, 2025 വരെയാണ് ഇതിനുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഈ PM കിസാൻ സമ്മാൻ നിധിയുടെ ഗഡു ഈ ജൂൺ മാസം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ചെയ്തിട്ടില്ലാത്ത കർഷകരുണ്ട്. കർഷക രജിസ്ട്രിയിൽ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലാത്ത കർഷകർ, അവർക്കും ഈ ധനസഹായം ഈ പ്രാവശ്യം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഒരു തടസ്സവും കൂടാതെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരും. ജൂലൈ മാസം 31 തീയതി വരെ അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സാവകാശം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി 21ഉം 22ഉം ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ID ഒക്കെ ഒരുപക്ഷെ ആവശ്യമായിട്ട് വന്നേക്കാം. അല്ലെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്യാത്ത ID എടുക്കാത്ത കർഷകർക്കൊക്കെ ഒരുപക്ഷെ തടസ്സം നേരിട്ടേക്കാം തുക ലഭിക്കുന്നതിൽ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മുടെ ഇലക്ട്രോണിക് KYC ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ നമുക്ക് പരിശോധിക്കാം. ആധാർ നമ്പർ കൊടുത്ത് ഈ KYC സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അത് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. ഇനി KYC വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷകരത് പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ മാത്രമൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം സഹായം ലഭിച്ചവരൊക്കെ ആണെങ്കിൽ അവർക്ക് തടസ്സം കൂടാതെ ഈ പ്രാവശ്യവും തുക എത്തിച്ചേരുന്നതായിരിക്കും. ഇനി ഏതെങ്കിലുമൊക്കെ ഗഡു മുടങ്ങിയിട്ടുള്ളവർക്ക് അതെന്ത് കാരണത്താലാണെന്ന് കണ്ടെത്തി അത് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ആ കുടിശ്ശികയൊക്കെ ചേർത്ത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.